ഇതുപോലെ ഒരു കഷ്ണം വെള്ളരിക്കയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ വെള്ളരിക്ക ഇവിടെ പൊടിയായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ കൊത്തി പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. ഇപ്പോൾ ഞാനിത് കടുക് വറുത്ത് വഴറ്റിയെടുക്കാൻ പോവുകയാണ്. അതിലേക്ക് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പില അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില വലിയ ഇല ആയതുകൊണ്ടാണ് അരിഞ്ഞെടുത്തത്. ഇതിന് കടുക് വറുത്ത് വഴറ്റിയെടുക്കാം. നമ്മൾ ഇതിലേക്ക് ഉള്ളിയൊന്നും അരിഞ്ഞ് ചേർക്കുന്നതല്ല. അപ്പോൾ കടുക് വറുക്കുമ്പോൾ ഇച്ചിരി തോനെ ഉള്ളി അരിഞ്ഞ് ചേർക്കും. ഇനി ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെള്ളരിക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കാം. ഇനി ഇത് നമുക്ക് തീ ഓഫാക്കാം. ഇപ്പോഴിത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു കട്ട തൈരാണ്, 1 കപ്പ്. നമ്മൾ കുറേശ്ശെ ഇങ്ങനെ ചേർത്ത് ഇളക്കിയെടുക്കണം. നമുക്ക് ഇലയിൽ കോരി വയ്ക്കാനാണ്. തൈരിന് വെള്ളം കൂടാൻ പാടില്ല. ഇത് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നതല്ല വെള്ളരിക്കയിൽ. അപ്പോൾ ഇങ്ങനെ കോരി വയ്ക്കുന്നതിന് കട്ട തൈര് തന്നെ എടുക്കണം. ഇത്രയേ ഉള്ളൂ. വെള്ളരിക്ക അരിഞ്ഞ് ഒന്ന് വിഴുക്ക് വരട്ടി തൈരൊഴിച്ചാൽ മതി.